അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ തന്നെ കോളേജിൽ പോയി. ഞങ്ങൾ വളരെ നല്ല കുട്ടികളായതുകൊണ്ട് എന്നും രാവിലെ HODനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ HODനെ കണ്ട് HODയുടെ എക്സാമാണ്. പക്ഷേ ഒരു തേങ്ങ അറിയത്തില്ല, എല്ലാവരും ഫോണിലും നോക്കി വെറുതെ കളിച്ചിരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഞാൻ തലകറങ്ങി വീഴുമെന്നാടി കരുതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കും തോന്നുന്നില്ല. പക്ഷെ ഞാനുണ്ടല്ല ബാഗൊക്കെ ആകുമ്പോ കടിയെടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഓർത്ത് നോമ്പാണല്ലോ. എവിടെ നീ നടന്നു വരാനല്ല പറഞ്ഞു, വണ്ടിയിൽ വരാനാ പറഞ്ഞു. ഇപ്പൊ എവിടായി? ഒന്ന് വേഗം നടക്കുവോ? വേണമെങ്കിൽ ഞങ്ങളുടെ ഒപ്പം നിന്നോ. ഒമ്പതരയുടെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവാണ്. ഇവനാണ് നമുക്ക് ലിഫ്റ്റ് തരുന്നത്. ഇവൻ എന്നിട്ട് കണ്ടവരെ മൊത്തം ആക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. സൂപ്പർ മാർക്കറ്റിൽ വന്നതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. എന്തിനാ ഇതിന് സൂപ്പർ മാർക്കറ്റ് എന്ന് പേരിട്ടേക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് കൂടെ കിട്ടിയത് ഈ ഗ്ലാസ്, പ്ലേറ്റ്, പിന്നെ നോമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സാധനമാണല്ലോ മൊഹബത്ത് കാ സർബത്ത്. അതിനും എല്ലാം ഒന്നും കിട്ടിയില്ല. അത് കൂടെ പാല് മാത്രമേ കിട്ടിയുള്ളൂ. കസ്കസ്, സിറപ്പ് ഒന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഫ്രൂട്ട് കണ്ട്, എൻ്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. മാൻഡ്രൻ എന്തോ അതിൻ്റെ പേര്. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ മെയിൻ സാധനം, നമ്മുടെ മെയിൻ ഫുഡ് വാങ്ങിക്കണമല്ലോ. അങ്ങനെ നമ്മൾ നേരെ അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി പത്തിരിയും ചിക്കൻ കറിയും ബീഫൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഹോസ്റ്റലിൽ വന്നു. പിന്നെ ഇവൾമാരെല്ലാം കൂടെ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പിന്നെ ഇത് നമ്മുടെ സർബത്ത് ഉണ്ടാക്കണ സീനാണ്. നമ്മൾ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്കസ് എടുത്തേ. കസ്കസ് ഫുള്ള് പൊട്ടിച്ചിട്ടിട്ട് കസ്കസ് മാത്രമേ അവത്തിലുണ്ടായിരുന്നുള്ളൂ. ഫുള്ള് കസ്കസായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ നമ്മളെല്ലാം സെറ്റ് ചെയ്യണതൊക്കെയാണ്. പലതരം ഷോ കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഇന്ന് ഉമ്മച്ചി കുട്ടികളായിരുന്നു. ഇടയിൽ തൊട്ട് കുരിപ്പുവഴി അതെടുത്ത് തലയിലിട്ട് എൻ്റെ മുടി. നമ്മള് നോമ്പ് പിടിച്ച് ഞങ്ങൾ 4 പേരും നോമ്പൊക്കെ മുറിച്ചു ഗൈസ്. നോമ്പ് തുറ പരിപാടിയാണ് എടുത്തത്. നമ്മൾ ഗ്രാൻഡായിട്ടാണ് പരിപാടി വെച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ മേട്ടറിനോടുള്ള അടങ്ങാനാവാത്ത സ്നേഹം കൊണ്ട് മേട്ടറിനെ കൊണ്ട് കൊടുക്കാൻ പോവാണ് ഗൈസ്. അല്ല ചുമ്മാ ആദ്യമായിട്ട് എടുത്തോണ്ട് എല്ലാവരും ഗൈസ്. ഇത് ഞങ്ങളെ കാൻഡിഡ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നോക്കിയതാണ്. നമ്മുടെ നോമ്പ് തുറ നമ്മളിന്ന് ആദ്യമായിട്ടായിരുന്നു ഗൈസ് നോമ്പെടുത്തത്. അടിപൊളിയായിരുന്നു. ഇവർ കുറെ പേര് നമ്മളെ ഡീമോട്ടിവേഷൻ ആയിരുന്നു, പ്രത്യേകിച്ച് പൃഥ്വി ടിവി. ഞങ്ങള് നോമ്പ് പൂർത്തിയാക്കത്തില്ലെന്ന് പലരും ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങളെല്ലാം ഉഷാറായിട്ട് നോമ്പെടുത്ത്. നിങ്ങളെ ബാക്കിലോട്ട് മൈൻഡ് ചെയ്യണം. നിങ്ങൾ ഞങ്ങളെ നോമ്പ് പൂർത്തിയാക്കി നോമ്പ് തുറന്ന് നടത്തി അടിപൊളിയായിട്ട്. നോമ്പ് അടിപൊളിയായി.
നമ്മൾ ഗ്രാൻഡായിട്ട് നോമ്പ് തുറ നടത്തി. പലരും നമ്മളെ ആക്ഷേപിച്ച് നമ്മളെ അടിച്ചമർത്താൻ നോക്കി. പൃഥ്വിദേവി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഈ കാണുന്നത് ഞങ്ങൾ തമ്മിൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണതാണ്. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.